ഹലോ, വെൽക്കം ടു ഹോം കുക്കിംഗ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മംഗോളിയൻ ബീഫാണ്. ഇതിന് ബീഫ് കട്ട്സ് ക്യൂബ് സൈസ് ആയിട്ടുള്ളത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആ ക്ലീൻ ചെയ്ത് വെച്ച സ്റ്റ്യൂ കട്ട്സ് ബീഫ് ഓരോന്നോരോന്നായിട്ട് പതുക്കെ ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് നിരത്തി വയ്ക്കുക. എന്നിട്ട് അതിൽ വെള്ളം ഇറങ്ങി അത് തന്നെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ വെള്ളമൊക്കെ വറ്റണം. ഇടയ്ക്കൊന്ന് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ലോണം വെള്ളമുണ്ട്. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ അത് വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കളറും ബീഫിൻ്റെ മാറിയിട്ടുണ്ട്. ഏകദേശം എല്ലാതും പിങ്ക് കളറിൽ മാറി കറുത്തതായിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്കൊരു ബോളിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടുക. അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് എല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി വേറൊരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിസ്റ്റർ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് 2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച കോൺഫ്ലോറും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. 1 സ്പൂൺ സിറാച്ച സോസ് അല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കുക. അപ്പോൾ ബീഫ് ഇങ്ങനെ അടുപ്പത്ത് കിടന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ടാവും. അതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം വരും. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സ്പ്രിംഗ് ഓനിയനിൻ്റെ അടിഭാഗം ബൾബ് ചേർത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്തെ ഈ ബീഫിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പം അത് നോക്കുമ്പോൾ ഇങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് കാണാനുണ്ടല്ലോ. അതേപോലെ തന്നെ ഇപ്പോൾ അത് ബീഫാണെങ്കിലും ചെറുതായിട്ടൊന്ന് ഷ്രിങ്ക് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഫ്രൈ ആയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു 5 മിനിറ്റ് കൂടി ഇളക്കിയതിന് ശേഷം നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ പാത്രം തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതിൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 2 ക്യാപ്സിക്കം, ഒരു സവാള, ബാക്കി സ്പ്രിംഗ് ഓനിയൻ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യൂബ് മാതിരിയായിട്ടാണ് കട്ട് ചെയ്തേക്കണത്. ആ സവാള നമുക്ക് ആ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി വരണം കേട്ടോ. അങ്ങനെ ഈ വഴന്ന് വരുന്ന സവാളയിലേക്ക് നമുക്കിനി 1 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ടി വരും. അപ്പോൾ അത് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. ഒരു ഓറഞ്ചും ഒരു മഞ്ഞയാണ് ഞാൻ എടുത്തേക്കണത്. ചെറിയൊരു മധുരമുള്ളതാണ്. ഇനി അതൊന്ന് കവർ ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. അതിന് ശേഷം തുറക്കുക. ഇപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്, അത്രേ വേണ്ടൂ. അതിലേക്ക് ആ കോൺഫ്ലോർ മിക്സ്ചറും കൂടി അങ്ങോട്ട് ചേർക്കുക. അപ്പോൾ ആ കോൺഫ്ലോർ മിക്സ്ചർ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ബീഫ് ചേർക്കാനായിട്ട്. ബീഫും വെജിറ്റബിൾസും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ആ സോസ് എല്ലാ വെജിറ്റബിൾസിൻ്റെയും ബീഫിൻ്റെയും മേലെ ഒരുപോലെ പിടിച്ച് കിട്ടണം. എന്നാലേ അതിന് നല്ലൊരു ഗ്ലേസിങ് ഒക്കെ വരുള്ളൂ. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞതിപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ആ സോസ് എല്ലായിടത്തും ഇങ്ങനെ നന്നായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ട്. ബീഫിനൊരു ചെറിയ ഗ്ലേസിങ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ മംഗോളിയൻ ബീഫ് റെഡിയായി. ഇനി അതിലേക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് സ്പ്രിംഗ് ഓനിയൻ, കട്ട് ചെയ്ത് വെച്ച സ്പ്രിംഗ് ഓനിയൻ ചേർത്തിട്ടുണ്ട്. അതൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്യാം. നമുക്കിനി അത് സെർവ് ചെയ്യണ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. മംഗോളിയൻ ബീഫ് നമ്മൾക്ക് വെജിറ്റബിൾസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നൂഡിൽസിൻ്റെ കൂടെ, റൈസ്, ചപ്പാത്തി, പൊറോട്ട, അങ്ങനെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.